അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു പാപമോചനം ലഭിക്കണം. എങ്ങനെയാണ് പാപമോചനം ലഭിക്കുന്നത്? അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു പാപമോചനം വേണമെന്ന്. അത് എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത്? പണ്ട് പത്രോസ് അപ്പോസ്തലന് പെന്തക്കോസ്റ്റ് നാളില് ആ യെരുശലേമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ച ഈ യേശു തന്നെ ക്രിസ്തു എന്ന് പ്രസംഗിച്ചു. അപ്പോൾ യഹൂദന്മാർ അവരോട് ചോദിച്ചു, അയ്യോ പറ്റിപ്പോയല്ലോ, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് ഓരോരുത്തൻ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുന്നതാണ് പാപമോചനം. അപ്പോൾ നോക്ക് പ്രിയരെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപമോചനം ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ ചെല്ലണം. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് മാനസാന്തരപ്പെടണം. അതെങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ നമുക്ക് പാപമോചനം ലഭിച്ചില്ലല്ലോ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മൾ ആചരിച്ചു വരുന്ന ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പിതൃപാരമ്പര്യങ്ങൾക്കോ പൗരോഹിത്യ ശുശ്രൂഷകൾക്കോ ഇന്നേ വരെ നിങ്ങളെ പാപികൾ എന്നുള്ള പദവിയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് ഇങ്ങനെ ചിന്തിക്കണം. ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സ്വർഗം വിട്ട്, സ്വർഗത്തിലെ സകല സന്തോഷങ്ങളും വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നെ സ്നേഹിച്ചിട്ടാണ്. സ്വർഗത്തിലെ സന്തോഷം മുഴുവൻ അവൻ ഉപേക്ഷിച്ച് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ പാപിയായിരിക്കുന്ന എന്നെ സ്നേഹിച്ചുകൊണ്ടാണ്. കാരണം എന്താണ്? അവൻ സ്വർഗത്തെക്കാൾ ഉപരി എന്നെ സ്നേഹിച്ചു. ആകയാൽ മാനസാന്തരപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്വർഗത്തെക്കാൾ ഉപരി നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയെയും ഭൂതലത്തിലുള്ളതിനെ എല്ലാത്തിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ നാവിൽ നിന്ന് ഇന്നേ വരെ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടില്ല. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് കേൾക്കുവാൻ കർത്താവ് എത്ര കാലമായിട്ട് കൊതിക്കുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനോട് കൂടെ പാപസംബന്ധമായിട്ട് ക്രൂശിൽ മരിക്കേണ്ടതിന് ഇന്ന് അവൻ ക്രൂശിലില്ല, അവൻ സ്വർഗത്തിലാണ്. അതിന് ദൈവം വെച്ച നിയമമാണ് സ്നാനം എന്ന് പറയുന്നൊരു കാര്യം. അതായത് മാനസാന്തരപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കേണ്ടതിന് നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ തരും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപമോചനം നൽകി തരുന്നത്. ഈ പരിശുദ്ധാത്മാവ് വന്നിട്ടല്ലാതെ നമുക്ക് പാപമോചനമില്ല. അപ്പോൾ സ്നാനത്തെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടത്തില്ല. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ഈ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ മരിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പാൻ നമ്മൾ ഉയർത്തെഴുന്നേക്കുകയുള്ളൂ. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അതിന് ഈ ആത്മാവ് വേണമെന്നില്ല. അതെല്ലാം പാപികളും നരകവിധിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പാപമോചനം വേണ്ടയോ? ഇല്ലെങ്കിൽ എന്താ വിഷയമെന്നറിയാമോ? പാപിയായിട്ട് മരിച്ചാൽ എന്താ വിഷയമെന്നറിയാമോ? നാളെ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മൾ കല്ലറയിൽ തന്നെ നിദ്ര പ്രാപിച്ച് കിടക്കും. നല്ല സുഖമായിട്ട് അവിടെ മൂടി പുതച്ചുറങ്ങാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കുന്ന അന്ന് എന്താ സംഭവം എന്നറിയാമോ? ഈ മൂടി പുതച്ചുറങ്ങുന്ന ഈ നിന്റെ ശരീരമുണ്ടല്ലോ, അത് 1000 ആണ്ട് കഴിഞ്ഞ് ലോകാവസാന ദിവസം നമ്മൾ പറഞ്ഞില്ലയോ, ആകാശം മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും, എന്നാലും മാറിപ്പോകാത്തത് തിരുവചനം എന്ന് വെച്ചാൽ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ലോകാവസാന ദിവസം നിങ്ങൾ ഇന്ന് പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരികയും യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ന്യായവിധിക്കായിട്ട് നരകവിധിക്കായിട്ട് നിൽക്കേണ്ടി വരും. അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അവിടുന്ന് രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. പുരോഹിതന്മാരെല്ലാം അവിടെ എന്താണ് കണ്ണുനീരോട് നിങ്ങളുടെ കൂടെ നരകവിധിയിലേക്ക് വരും. അതേ പ്രിയപ്പെട്ടവരെ, അന്ന് ഭയങ്കരമായിരിക്കും നരകാഗ്നിയിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ പുരോഹിതന്മാർക്ക് കഴിയത്തില്ല. നമ്മുടെ മതഭക്തിക്കോ പിതൃപാരമ്പര്യത്തിനോ കഴിയത്തില്ല. എന്നാൽ ഭൂമിയിൽ വെച്ച് നമ്മൾ പാപമോചനം നേടിയാലോ, മാനസാന്തരപ്പെട്ട് നമ്മുടെ എന്താണ് പിതാക്കന്മാരുടെ വിശ്വാസത്തെ തള്ളി യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് അംഗീകരിച്ച് സ്നാനമേറ്റ് അവന്റെ ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാര്, ഈ സ്നാനമേറ്റവരെ വിശുദ്ധന്മാരെന്നാണ് ബൈബിൾ പറഞ്ഞ, ഒരു പാപികളല്ല. ആ വിശുദ്ധന്മാര് അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന് ഒരു ശരീരമായിട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ആ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നുവെങ്കിൽ, അവന് വേണ്ടി കഷ്ടവും നിന്നെയും സാക്ഷ്യവുമായിട്ട് നിൽക്കുന്നുവെങ്കിൽ, നാളെ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേക്കും. പ്രിയപ്പെട്ടവരെ, എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ അടക്കപ്പെട്ടാലും സാരമില്ല. നാളെ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മൾ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് ആ യേശു ക്രിസ്തുവിനോട് നമ്മൾ ചേരും. അവന്റെ ശരീരം അവനെ പിൻപറ്റും. പ്രിയരെ, അവന്റെ ശരീരം വിശുദ്ധമല്ലയോ? പാപിയും ദോഷിയുമായാൽ അവന്റെ ശരീരമല്ല. പാപികളുടെയും ദോഷികളുമായിരിക്കുന്ന കൂട്ടായ്മയായിരിക്കുന്ന സഭയെന്ന് നിങ്ങൾ പറയുന്നത് അത് നരകവിധിയിലേക്ക് തള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശു ക്രിസ്തു വിശുദ്ധനാണെങ്കിൽ അവന്റെ ശരീരമാകുന്ന സഭയും വിശുദ്ധമാണ്. ആകയാൽ പാപമോചനം നേടി വിശുദ്ധന്മാരുടെ കൂട്ടത്തെ ചേർക്കുവാനാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഗുണം? യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നത് അടിയേൽക്കാനല്ല, ഇനിയും വരുന്നത് തല്ലേൽക്കാനല്ല, തുപ്പലേൽക്കാനുമല്ല. അതെല്ലാം ഒരിക്കലായിട്ട് അവൻ ഏറ്റതാ. ഇനി അവൻ വരുന്നത് രാജാവായിട്ടാണ്. പ്രിയരെ, എല്ലാ ഭൂവാസികളുടെ മേലും രാജാധിരാജാവായിട്ട് അവന്റെ ചെങ്കോൽ
വരുമ്പോൾ എന്താണ് അവസാനമില്ലാത്ത രാജ്യത്വമായിട്ടാണ് അവൻ മടങ്ങി വരുന്നത്. അവൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ, അവൻ്റെ രാജ്യത്വത്തിന് അവസാനവുമില്ലെന്ന് എഴുതിയിരിക്കുമ്പോൾ അവസാനമില്ലാത്ത ഭൂമിയുടെ സർവ്വത്തിൻ്റെയും ഏകാധിപതിയായിട്ട് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് അവൻ്റെ വിശുദ്ധന്മാരായിട്ട് നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം എന്താണെന്നറിയാമോ? നമ്മളും 1000 വർഷം യേശുക്രിസ്തുവിനോട് കൂടെ രാജാക്കന്മാരായിട്ടും രാജ്ഞിമാരായിട്ടും അവനോട് കൂടെ ഭൂമി വാഴും. ഇതേ ഭൂമി വാഴും, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഇതേ ഭൂമി വാഴും. സൂര്യനൊന്നും ഇപ്പോഴും അസ്തമിക്കത്തില്ല, നശിച്ചു പോകത്തില്ല. ഭൂമിയും ഇന്ന് അവസാനിക്കത്തില്ല, അവസാനിക്കുന്ന ദിവസമുണ്ട് ഞാൻ പറയാം. അങ്ങനെ 1000 ആണ്ട് നമ്മൾ അവനോട് കൂടെ ഭൂമി വാഴുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹവും ദൈവത്തിന്റെ സമാധാനവും ഭൂമിയിൽ വാഴും. സമുദ്രം വെള്ളം കൊണ്ട് നിറയപ്പെട്ടതുപോലെ ഭൂമി ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെട്ടും. കള്ളമില്ല, ചതിവില്ല, രോഗമില്ല, ബന്ധനങ്ങളില്ല, സാത്താന്റെ അധികാരങ്ങളില്ല, മതങ്ങളില്ല, പുരോഹിതന്മാരുടെ വഞ്ചനയില്ല, രാഷ്ട്രീയക്കാരുടെ പ്രസംഗമില്ല, ഒന്നുമില്ല പ്രിയരെ. എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. പട്ടിണിയില്ല, രോഗമില്ല. ഈ മനോഹരമായിരിക്കുന്ന 1000 ആണ്ട് ആഴ്ച. ഇപ്പം നമ്മൾ സിംഹങ്ങളെ കണ്ട ഒരു സിംഹം വന്നാൽ നമ്മൾ പേടിച്ചലറും. എന്നാൽ അന്ന് നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ പോലെ സിംഹവും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കാളയും കൂടെ ഒന്നിച്ച് പുല്ല് മേയുമെന്ന്, എന്നുവെച്ചാൽ മാംസമൊക്കെ ഇല്ലെന്ന്. ഇത്ര സമാധാനപൂർണ്ണമായിരിക്കുന്ന 1000 ആണ്ട് നിങ്ങൾ അവനോട് കൂടി ഭൂമിയിൽ വാഴും. അതിനുശേഷം ലോകം അവസാനിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ചിറക് വിരിച്ച് പറക്കും. എങ്ങോട്ട്? പിതാവിൻ്റെ സ്വർഗത്തിലേക്ക്. നിത്യാനന്ദം കൊണ്ട് നമ്മൾ നിറയും. ഇനി മരണമില്ല, കണ്ണുനീരില്ല, നിലവിളിയില്ല. ഇനി ഒരിക്കലും നമുക്കൊരു മടങ്ങി വരവില്ല. സമാധാനത്തിൻ്റെ നിത്യത, അതിന് അവസാനമില്ല. അല്ല, ഇന്ന് നിങ്ങൾ പാപികളും ദോഷികളുമായിട്ട് ഈ പാരമ്പര്യവും മതഭക്തിയും കൊണ്ട് മരിച്ചാലോ? അതിൻ്റെ ഉത്തരം കൂടെ പറയാൻ പ്രിയപ്പെട്ടവരെ. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപിയും ദോഷിയുമെന്ന് സാക്ഷ്യം പറഞ്ഞ നിങ്ങളുടെ പിതാക്കന്മാരും പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ളവർ ഇനിയും യേശുക്രിസ്തു മടങ്ങി വന്ന് 1000 ആണ്ട് തികയുന്നെന്ന് ലോകം അവസാനിക്കുന്നെന്ന് ഈ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരികയും എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അവിടെ അവൻ നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ച് നരകാക്കിയിലേക്ക് തള്ളിക്കളയും. സ്വർഗം നിത്യമാണെങ്കിൽ നരകവും നിത്യമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരും വെളിയും പല്ലുകടിയും മാത്രം. ഒരു നാളും ഒരു മടങ്ങി വരവില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അവിടെ ശുദ്ധീകരണ സ്ഥലമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ വഞ്ചനയാണ്. അവിടത്തേക്ക് നമ്മൾ അകപ്പെട്ടു പോയാൽ ഒരു മടങ്ങി വരവില്ല പ്രിയപ്പെട്ടവരെ. എത്ര വേദനയോടുകൂടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നറിയാമോ? എത്ര ദുഃഖത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. നമ്മൾ ഒരാളുടെ ആത്മാവ് നരകാഗ്നിയിലേക്ക് വീണാൽ എത്ര കോടി വർഷം എന്നൊരു കണക്കില്ല. കാരണം വർഷങ്ങളെ കണക്കാക്കാനെന്ന് സൂര്യചന്ദ്രന്മാരും നക്ഷത്രഗോളങ്ങളും ഇല്ല, എല്ലാം മാഞ്ഞു പോകും പ്രിയരെ. അതായത് ആകാശം മാറിപ്പോകും, സൂര്യനും നീങ്ങിപ്പോകും. എന്നാൽ എന്താണ്? യേശുക്രിസ്തുവും അവൻ്റെ വചനവും ജീവിക്കും. അവൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയെന്ന്. നിങ്ങൾ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ മരണം മാത്രമേ ബാക്കിയുള്ളൂ, നരകവിധി മാത്രമേ ഉള്ളൂ. ആകിയാൽ അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, പുരോഹിതന്മാരെ നിങ്ങൾ ഈ ജനത്തെ സ്നേഹിക്കുന്നെങ്കിൽ കള്ള ഉപദേശങ്ങൾ നിർത്തി സത്യമായിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് ഞങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. കേട്ട ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി.